ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശേഖരൻ പാർവതിയോട് പറയും, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്റെ കൂടെ വരാം മോളെ. അപ്പോൾ പാർവതി ശേഖരൻ്റെ കൈയും പിടിച്ച് അവിടുന്ന് പോവുകയാണ്. അതേസമയം പല്ലവി പറഞ്ഞത് പ്രകാരം വിപിൻ പല്ലവിയുടെ നാട്ടിലേക്ക് പോയിട്ട് പല്ലവിയെ നേരിൽ കണ്ട് പിറന്നാൾ ആശംസകൾ പറയുകയാണ്. പിന്നെ സുരഭിയും അവളുടെ ചേട്ടനും കൂടെ അവിടേക്ക് ഒരു കേക്കും കൊണ്ടുവരികയാണ്. പിന്നെ പല്ലവി അത് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിപിൻ പല്ലവിയോട് പറയും, പെട്ടെന്ന് വന്നതുകൊണ്ട് നിനക്ക് ഞാൻ പിറന്നാൾ സമ്മാനമൊന്നും വാങ്ങിയില്ല. ഞാൻ നിനക്ക് കുറച്ച് ക്യാഷ് തരാം, നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോ. അപ്പോൾ പല്ലവി പറയും, അതൊന്നും വേണ്ട സാറേ. കഴിഞ്ഞ തവണ ഞാൻ വിപിൻ സാറിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതറിഞ്ഞ് വീട്ടിൽ വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ സുരഭി പറയും, സാറിൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം കൊടുത്താൽ മതി, സാറ് കയ്യിൽ കിട്ടിയ വാച്ച് കൊടുത്താലും മതി. അപ്പോൾ വിപിൻ പറയും, ഇതേ പഴയതാണ്, പിറന്നാളുകാരിക്ക് എങ്ങനെ പഴയ ഗിഫ്റ്റ് കൊടുക്കുക? അപ്പോൾ സുരഭി പറയും, അത് സാരമില്ല, പഴയതാണെങ്കിലും സാറിൻ്റെ ഓർമ്മ അവൾക്ക് എപ്പോഴും ഉണ്ടാകുമല്ലോ. അപ്പോൾ വിപിൻ ആ വാച്ചൂരി പല്ലവിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പല്ലവി ചോദിക്കും, ഇതൊന്നും എൻ്റെ കയ്യിൽ കെട്ടിത്തന്നാൽ എന്താ സാറേ? അപ്പോൾ വിപിൻ അത് പല്ലവിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വിപിൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് പാർവതി ശേഖരനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലെത്തുന്നത്. പാർവതിയുടെ കൂടെ ശേഖരനെ കാണുമ്പോൾ സുശീല ചോദിക്കും, ഈ സാധനത്തിനെയും കൊണ്ട് എങ്ങോട്ടാടി നീ പോകുന്നത്? കണ്ണി കണ്ടവരെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരുന്നത്? ഏതാണ് ഈ കണ്ണ് കാണാൻ പറ്റാത്ത ആള്? അപ്പോൾ പാർവതി പറയും, ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്കൊരു സാധുവായി തോന്നി. ഇദ്ദേഹത്തിന് ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അപ്പോൾ പ്രതാപം പറയും, ഓ ഒരു പുണ്യപ്രവൃത്തി. ഒരു കാര്യം ചെയ്യേ, ഈ നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. എന്നിട്ട് ഗായത്രി വില്ല എന്ന പേര് മാറ്റിയിട്ട് ശരണാലയ എന്ന പേരാക്കിക്കോ. നീ എന്താ കരുതിയത് നിന്റെ തോന്നിവാസം കാണിക്കാനുള്ള സ്ഥലമാണിതെന്നോ? ഇതേ സത്രമൊന്നുമല്ല, അന്തസ്സുള്ളവർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ സുശീല പറയും, അതെങ്ങനെ ഇവൾക്ക് മനസ്സിലാവും പ്രതാപ? തെണ്ടിക്കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ലേ ഇവളും വന്നിരിക്കുന്നത്. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാലേ ആ വിശാലിനെ പറഞ്ഞാൽ മതി. അപ്പോൾ പ്രതാപം പറയും, മര്യാദയ്ക്ക് ഇയാളെ വിളിച്ചിറക്കി പോകാൻ നോക്ക്. അപ്പോൾ ശേഖരൻ പറയും, ഞാൻ പറഞ്ഞതല്ലേ മോളെ വരണില്ല എന്ന്. അപ്പോൾ മോളല്ലേ പറഞ്ഞത് ഇവിടെയുള്ളവരൊക്കെ നല്ലവരാണെന്ന്. ഈ ലോകത്തെ നന്മയുള്ള മനസ്സുള്ളവർക്ക് ദുഃഖിക്കാൻ മാത്രമേ സമയം കാണൂ. എല്ലാവരും പാർവതിയോട് ക്ഷമിക്കണം. യാത്ര പറയുന്നില്ല, ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ പാർവതി പറയും, ഒരു മിനിറ്റ് മുത്തശ്ശ. എന്നിട്ട് പ്രതാപനോട് പറയും, വയസ്സായ ഒരു മനുഷ്യനല്ലേ, അദ്ദേഹത്തോടെ കുറിച്ച് മാന്യമായിട്ട് സംസാരിച്ചൂടെ പ്രതാപൻ സാറേ? സാറിനോട് എന്ത് ദ്രോഹമാണ് ഇദ്ദേഹം ചെയ്തത്? ആദ്യമായി കാണുന്ന ഒരാളോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. എന്നിട്ട് സുശീലയോട് പറയും, ഇദ്ദേഹത്തെ പറഞ്ഞു വിടല്ലേ അപ്പച്ചി, ഇദ്ദേഹം ഉദയന്നൂരമ്മയുടെ ഭക്തനാണ്. ഈ മനുഷ്യനെ ആട്ടിയിറക്കിയാലേ ദേവകോപം ഉണ്ടാകും. അപ്പോൾ സുശീല പറയും, മര്യാദയ്ക്ക് ഇയാളെ ഇറക്കി വിടുന്നതാണ് നിനക്ക് നല്ലത്. അപ്പോൾ പ്രതാപം പറയും, ഇയാളെ കണ്ടാലേ അറിയാം ഒരു ഫ്രോഡാണെന്ന്. ഒന്നുമില്ലെങ്കിൽ നല്ല ആരോഗ്യമില്ലടോ, എന്തെങ്കിലും കൂലിപ്പണി എടുത്ത് ജീവിക്കാൻ നോക്ക് കിളവാ. അപ്പോൾ ശേഖരൻ പറയും, സാർ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഞാൻ കള്ളനോ പിടിച്ചുപറിക്കാരനോ ഒന്നുമല്ല. മനുഷ്യനോട് കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്, അത് സാർ മനസ്സിലാക്കണം. അപ്പോൾ പ്രതാപം പറയും, താൻ എന്താ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണോ? മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്ക്. അപ്പോഴാണ് വിശാലും പാർവതിയും കൂടെ അവിടേക്ക് വരുന്നത്. അപ്പോൾ പാർവതി പറയും, കണ്ണ് കാണാൻ പറ്റാത്ത വയസ്സായ മനുഷ്യനല്ലേ സാറേ, അല്പമെങ്കിലും മനുഷ്യത്വം കാണിക്കണം. അപ്പോൾ പ്രതാപം പറയും, നിന്നെ കൊണ്ട് തന്നെ പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇവിടെ, പിന്നെയാണ് വേറൊരു മരണം കൂടെ. അപ്പോൾ വിശാല് ചോദിക്കും, ആരാ പാർവതി ഇദ്ദേഹം? നിനക്ക് പരിചയമുള്ള ആളാണോ? ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരാനാണോ നീ പുറത്തേക്ക് പോയത്? അപ്പോൾ പാർവതി പറയും, എനിക്ക് ഇയാളെ പരിചയമൊന്നുമില്ല വിശാൽ സാറേ. ഒരു അപകടത്തിൽ നിന്ന് ഞാൻ ഇദ്ദേഹത്തെ രക്ഷിച്ചു. അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ ആരും സഹായത്തിനില്ലാത്ത ഒരു പാവ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അപ്പോൾ പ്രഭാതി പറയും, കണ്ണിൽ കണ്ടവരൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഇത് സത്രമൊന്നുമല്ല. മാത്രമല്ല അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെണ്ടികൾക്ക് എന്തൊക്കെ അസുഖം ഉണ്ടാകും. ഇനിയിപ്പോൾ ഇയാൾ എവിടെ കിടന്ന് ചത്തുപോയാലേ ആര് സമാധാനം പറയും? അപ്പോൾ പ്രതാപം പറയും, തീരുമാനം എടുക്കേണ്ടത് ചേച്ചിയാണ്. ഇയാളെവിടെ കിടത്തണോ അത് അടിച്ചിറക്കണോ ചേച്ചി പറഞ്ഞാൽ മതി. അപ്പോൾ പ്രഭാവതി പറയും, ഞാനിപ്പോൾ ഇയാളെ ഇറക്കി വിട്ടാലേ എല്ലാവരുടെ മുന്നിൽ ഞാൻ വില്ലത്തിയാവില്ലേ? പാർവതിയല്ലേ ഇയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്, അതുകൊണ്ട് തീരുമാനം എടുക്കേണ്ടത് വിശാലാണ്. അപ്പോൾ ഗാർഗി ചോദിക്കും, എന്തിന്? വിശാൽ ബ്രോയും പാർവതിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നല്ലേ അമ്മയും പ്രതാപൻ അങ്കിളും സുശീലാൻ്റിയൊക്കെ പറയുന്നത്? പിന്നെ എന്തിനാണ് പാർവതി ചെയ്ത പ്രവൃത്തിക്ക് വിശാൽ ബ്രോ തീരുമാനം എടുക്കാൻ പറയുന്നത്? അപ്പോൾ പാർവതി പറയും, അമ്മ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ വിശാൽ സാറിൻ്റെ തീരുമാനമാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ സുശീല പറയും, നീ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനൊന്നും അല്ല എന്ന് ഞങ്ങൾക്കറിയാം വിശാലേ. ഈ പിച്ചക്കാരനെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ നീ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അത് നീ ധൈര്യമായിട്ട് തുറന്നു പറ. ഇയാളെ ഇറക്കി വിട്ടിട്ട് ഇവിടെ മുഴുവൻ സാനിറ്റൈസർ സ്പ്രേ ചെയ്യണം.
ഇത് കേൾക്കുമ്പോൾ വിശാൽ ചോദിക്കും, എന്തിനാ ഇങ്ങനെ മോശം ഭാഷയിൽ സംസാരിക്കുന്നത്? അത് ശീലിച്ചു പോയല്ലേ ആൻറ്റി? അപ്പോൾ ഗാർഗി പറയും, ആരോട് എങ്ങനെ സംസാരിക്കണമെന്നേ പാർവതിയെ കണ്ട് പഠിക്കണം. വിശാൽ ബ്രോ തീരുമാനം തുറന്നു പറ, എന്തിനാ മടിക്കുന്നത്? അപ്പോൾ പാർവതി പറയും, ഗായത്രിയമ്മ ഉള്ളപ്പോൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തതായി കേട്ടിട്ടുണ്ട്. അതുപോലെ ഒന്നല്ലേ സാറേ ഇതും? അപ്പോൾ വിശാൽ പറയും, ഏതായാലും പാർവതി ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അഭയം തേടി വന്നവരെ ആട്ടിപ്പായ്ക്കുന്ന സംസ്കാരമല്ല ഈ കുടുംബത്തിൻ്റേത്. അതുകൊണ്ട് കുറച്ചു നാൾ ഇദ്ദേഹം ഇവിടെ താമസിക്കട്ടെ, അതിനുശേഷം ആലോചിക്കാം പിന്നെ എന്തു വേണമെന്ന്. അത് കേൾക്കുമ്പോൾ പ്രഭാവതി പറയും, വിശാലിൻ്റെ അഭിപ്രായം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാനായിട്ട് അതിനെ എതിരൊന്നും പറയുന്നില്ല. ഏതായാലും ഗോപിയേട്ടനെ നോക്കാൻ ഒരു ആൺതുണ അത്യാവശ്യമാണ്. ഇയാൾക്കാണെങ്കിൽ നല്ല ആരോഗ്യമുണ്ട്. മെയിൽ ഹോം നേഴ്സിനെ വെക്കാൻ ഇവിടെ ആരും സമ്മതിക്കില്ലല്ലോ, പ്രത്യേകിച്ച് ഞാൻ വെക്കുന്നവരെ. ഇയാളെ പാർവതി കൊണ്ടുവന്നത് കൊണ്ട് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പ്രതാപൻ ചോദിക്കും, ചേച്ചി എന്ത് വിട്ടിത്തരാണ് ഈ പറയുന്നത്? ഇയാൾക്ക് കണ്ണു കണ്ടൂടാ. ഇയാളെ നോക്കാൻ തന്നെ വേണം 10 പേര്. അതിനിടയിലാണോ ഇയാൾ അളിയനെ നോക്കാൻ പോകുന്നത്? അപ്പോൾ ശേഖരൻ പറയും, ഞാൻ അന്ധനാണെങ്കിലും എൻ്റെ കാതിനും ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നെ ഏൽപ്പിക്കുന്ന എന്ത് ജോലിയും ഞാൻ കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ പ്രഭാവതി ചോദിക്കും, എന്താ നിങ്ങളുടെ പേര്? അപ്പോൾ ശേഖരൻ പറയും, ചന്ദ്രശേഖർ. പരിചയമുള്ളവരെ ചന്ദ്രേട്ടാന്ന് തന്നെ വിളിക്കും. ഇത് കേൾക്കുമ്പോൾ പാർവതി വിചാരിക്കും, ശേഖർ. ഗായത്രിയമ്മ എന്നോട് പറഞ്ഞ ശേഖരൻ ഇതായിരിക്കുമോ? എന്തിനായിരിക്കും ഗായത്രിയമ്മ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞത്? അപ്പോൾ പ്രഭാവതി ശേഖരനോട് പറയും, പറയുന്ന പണികൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. ചെയ്യുന്ന ജോലിക്ക് കഴിക്കാൻ ഭക്ഷണം തരും. ശമ്പളമായിട്ട് ഒന്നും പ്രതീക്ഷിക്കരുത്. എന്താ, സമ്മതമാണോ? സമ്മതമാണ്. അപ്പോൾ പാർവതി വിശാലിനോട് ഒരുപാട് നന്ദിയുണ്ട് വിശാൽ സാറേ എന്ന് പറയാണ്. അപ്പോൾ സുശീല പറയും, നന്ദി പ്രകടനമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇയാളിവിടെ നിർത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടണം. എവിടെ നിന്ന് വന്ന ഒരാളെ ഇവിടെ താമസിപ്പിക്കാമെങ്കിൽ ജാസ്മിനെ എന്തുകൊണ്ട് ഇവിടെ താമസിപ്പിച്ചുകൂടാ? അപ്പോൾ പ്രഭാവതി പറയും, സുശീല ചോദിച്ചത് കേട്ടില്ലേ വിശാലെ? ഒന്നുമില്ലെങ്കിലും അവളൊരു പെൺകുട്ടിയല്ലേ. ഈ ചന്ദ്രശേഖരനും ജാസ്മിനും തമ്മിൽ ഒരു വ്യത്യാസമുള്ളൂ. ഇയാൾക്ക് കാഴ്ചയില്ല, അവൾക്ക് കാഴ്ചയുണ്ട്. അവളും ഇയാളെ പോലെ ഇപ്പോൾ അനാഥയാണ്. അപ്പോൾ വിശാൽ പറയും, ആൻറ്റിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ചുമതല ഞാൻ പാർവതിയെ ഏൽപ്പിക്കുകയാണ്. ജാസ്മിനെ തിരിച്ചു വിളിക്കുന്നതിൽ നിനക്ക് എതിർപ്പുണ്ടോ പാർവതി? അപ്പോൾ ഗാർഗി പറയും, ഇതിലെന്താ ഇത്ര ആലോചിക്കാനുള്ളത് പാർവതി? പറ്റില്ല എന്ന് നീ തീർത്ത് പറഞ്ഞേക്ക്. ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി പറയും, നീ അവളെ കൊണ്ടേ പറയിപ്പിക്കാനൊന്നും നോക്കണ്ട. അവൾ പറയട്ടെ. ആ ഉത്തരം കേട്ടിട്ട് വേണം ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം പറയാൻ. അപ്പോൾ പാർവതി പറയും, ഞാൻ പലപ്പോഴായി അമ്മയോട് പറഞ്ഞതല്ലേ ജാസ്മിനെ ഞാനല്ല ഇവിടെ നിന്ന് ഇറക്കി വിട്ടതെന്ന്. അപ്പോൾ ഗാർഗി പറയും, ഞാൻ തന്നെയാണ് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. അതുകൊണ്ട് എൻ്റെ തീരുമാനമാണ് അറിയേണ്ടതെങ്കിൽ ഞാൻ പറയുന്നു, ഒരു കാരണവശാലും അവളെ ഈ കുടുംബത്തിൻ്റെ അഴലത്ത് പോലും അടുപ്പിക്കരുത്. അപ്പോൾ പ്രഭാവതി പറയും, നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ നീ പറഞ്ഞതേ നിന്റെ ആഗ്രഹം. ആ ആഗ്രഹം നിന്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ജാസ്മിനോട് പെട്ടിയെല്ലാം പാക്ക് ചെയ്യാൻ പറയാണ് കേട്ടോ പ്രഭാവതി സുശീലയോട്. അങ്ങനെയാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമല്ല, മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.